ബ്രഹ്മാവിന്റെ മാനസത്തിൽ നിന്നും പിറവി കൊണ്ടതായി പറയപ്പെടുന്ന സന്താനങ്ങൾ അവർ പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ഋഷിമാർ ആകുന്നു. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരെന്നാകുന്നു അവരെ പറയുന്നത്. അതിലൊരാളാകുന്നു മഹാഋഷിയാകുന്ന വസിഷ്ഠൻ. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നിറ സാന്നിധ്യമാകുന്നു അദ്ദേഹം. 3 ജന്മങ്ങൾ കൈക്കൊണ്ടുവെന്ന് പുരാണങ്ങൾ പറയുന്നു. മഹാഭാരത ഇതിഹാസം പറയുന്നത് പ്രകാരം ഒരു ജന്മത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്നു അരുന്ധതി. അരുന്ധതി എന്നത് വെറുമൊരു സ്ത്രീ മാത്രമായിരുന്നില്ല. അവർ സപ്തഋഷികൾക്കും തുല്യ തന്നെ ആകുന്നു. അവരുടെ അതേ ശക്തിയുള്ളവൾ ആകുന്നു. ശക്തിയും ഭക്തിയും യോഗവും എല്ലാം ഉള്ളവളായിരുന്നു അവൾ. കൂടാതെ പരിശുദ്ധയുമായിരുന്നു ആ സ്ത്രീരത്നം. ദേവിമാർക്കൊപ്പം സ്ഥാനമുള്ളവളായിരുന്നു അവർ. ഇത്രയും ശ്രേഷ്ഠമായ പദവി അരുന്ധതിക്ക് ലഭിച്ചത് അവളുടെ പൂർവജന്മ സുഹൃതം തന്നെ ആകുന്നു. പൂർവജന്മത്തിൽ അരുന്ധതി ഒരു ബ്രഹ്മപുത്രിയായിരുന്നു. ബ്രഹ്മദേവന്റെ പുത്രിയായ സന്ധി എന്ന നാമത്തിൽ അവൾ പിറവികൊണ്ടു. അതീവ സുന്ദരിയായിരുന്നു അവൾ. അവളുടെ സൗന്ദര്യത്തിൽ സപ്തഋഷികൾ പോലും ആകൃഷ്ടരായിരുന്നു. എന്തിനേറെ പറയുന്നു, പിതാവാകുന്ന ബ്രഹ്മദേവന് പോലും അവളിൽ ആഗ്രഹമുണ്ടായി എന്ന് തന്നെ പറയാം. ബ്രഹ്മാവിന്റെ ഈ അതിരുകടന്ന ചിന്ത മനസ്സിലാക്കിയ ശിവഭഗവാൻ അദ്ദേഹത്തിൽ കോപിഷ്ഠനായി. ഒരു പിതാവ് പാലിക്കേണ്ട മര്യാദകൾക്കും ധർമ്മത്തിനും എതിരാണ് ബ്രഹ്മാവിന്റെ ചിന്ത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തി നൽകി ഭഗവാൻ. ഇതെല്ലാം അറിഞ്ഞ സന്ധ്യ തന്റെ ജന്മം ഇത്രത്തോളം നശിച്ച ജന്മമായി പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് വളരെ ദുഃഖിതയായി. പിതാവും തനിക്ക് തണലാകേണ്ട സഹോദരന്മാർ പോലും തന്നിൽ മോഹമുണ്ടായിരിക്കുന്നു എന്നവൾ മനസ്സിലാക്കി. അതവളെ സ്വന്തമായി തന്നെ വെറുക്കുവാൻ കാരണമുണ്ടാക്കി. അങ്ങനെ അവൾ തൻ്റെ അച്ഛനും സഹോദരങ്ങളും മോഹിച്ച ഈ നശിച്ച ശരീരം ഇല്ലാതാക്കുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവൾ ഒരു തീരുമാനമെടുത്തു, കൊടും തപസ് അനുഷ്ഠിക്കുവാൻ. അതിനായി അവൾ തിരഞ്ഞെടുത്തത് ചന്ദ്രഭാഗ നദിയുടെ സമീപത്തുള്ള ചന്ദ്രഭാഗ മലയിലായിരുന്നു. ഇതറിഞ്ഞ ബ്രഹ്മാവ് ഏറെ ദുഃഖിതനായി മാറി. താൻ കൂടെയാണ് അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആകെ പരവശനായി തീർന്നു. ഉടൻ തന്നെ അദ്ദേഹം വസിഷ്ഠനെ വിളിച്ചു വരുത്തി. തപസ് അനുഷ്ഠിക്കേണ്ടത് എപ്രകാരമാകുന്നു എന്ന് അവളോട് പറയുവാനായി പറഞ്ഞയച്ചു അദ്ദേഹത്തെ. അതുപ്രകാരം വസിഷ്ഠൻ ഒരു ബ്രാഹ്മണ കുമാരന്റെ വേഷത്തിൽ സന്ധ്യയുടെ അടുത്ത് എത്തി. അവിടെ എത്തിയ ബാലകൻ തപസ് എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു നൽകി. മുനികുമാരൻ പറഞ്ഞ വിധം അവൾ മഹാവിഷ്ണു ഭഗവാനെ തപസ് അനുഷ്ഠിച്ചു. ആ പാവം പെണ്ണിന്റെ ഭക്തിയിൽ മനസ്സലിഞ്ഞ ഭഗവാൻ അവളുടെ മുൻപിൽ വന്നണഞ്ഞു. ശേഷം വളരെ വാത്സല്യത്തോടുകൂടി എന്ത് വരമാകുന്നു നാം നിനക്ക് നൽകേണ്ടത് കന്യകയെന്ന് അദ്ദേഹം ആരായുന്നു. ഭഗവാന്റെ ദർശനം സിദ്ധിച്ച അവൾ ഏറെ സന്തോഷവതിയായി മാറി. ഭഗവാന്റെ ചോദ്യത്തിനവൾ മറുപടി പറഞ്ഞു, പ്രഭു, ഞാൻ പരിശുദ്ധയാണ് എന്നുള്ള കാര്യം 3 ലോകവും അറിയുമാറ് അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും. കൂടാതെ ഞാൻ ഏത് ജന്മത്തിലായാലും എൻ്റെ ഭർത്താവിനോട് അല്ലാതെ വേറൊരു പുരുഷനോടും ക്ഷണനേരത്തിൽ പോലും കാമലോലുപയായി മാറരുതെന്നും അങ്ങനെ അനുഗ്രഹിക്കണം. കൂടാതെ തന്നെ എൻ്റെ ഭർത്താവൊഴികെ ഏതൊരു പുരുഷനും കാമത്തോടെ നോക്കുന്നുവോ അവൻ നപുംസകമാകണമെന്നും അങ്ങനെ അനുഗ്രഹിച്ചാലും. ഇത്രയുമുള്ള അവളുടെ ദുഃഖപൂർവമായുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ട് ഭഗവാൻ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അനുഗ്രഹിച്ചു. തുടർച്ചയായി ഭഗവാൻ വിഷ്ണു ഇങ്ങനെ പറഞ്ഞു, ഭവതിയുടെ ശരീരം ഉപേക്ഷിക്കുക എന്നത് മുൻപേ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാകുന്നു. അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. പ്രിയംവ്രതന്റെ മകനാകുന്ന മേഘദ്വിതി 12 വർഷമുള്ള ജ്യോതിഷ്ഠോമം എന്നൊരു മഹായജ്ഞം നടത്തുന്നു. ഇപ്പോൾ അത് നടക്കുന്നതും ഈ ചന്ദ്രഭാഗയിൽ തന്നെ ആകുന്നു. ഭവതി അവിടെ എത്തി ആ ഹോമാഗ്നിയിൽ ഇറങ്ങുക. അവിടെ ഭവതിയുടെ ശരീരം ഹോമിക്കുക. മഹാഋഷിമാരോ മറ്റു ആരും തന്നെയോ ഭവതിയെ കാണുകയില്ല. എൻ്റെ അനുഗ്രഹം സദാ അവിടത്തോടുകൂടി ഉണ്ടാകും. പോയിക്കൊള്ളുക. മഹാത്മനാകുന്ന മേഘദ്വിതിയുടെ മകളായി തന്നെ ഭവതി പിറക്കും. നീ അടുത്ത ജന്മത്തിൽ ആരെ ഭർത്താവായി ആഗ്രഹിക്കുന്നുവോ ആ പുരുഷനെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അഗ്നിയിൽ ഇറങ്ങിയാലും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവിടെ നിന്നും അന്തർധാനം ചെയ്തു. വിഷ്ണു ഭഗവാൻ പറഞ്ഞത് പ്രകാരം തന്നെ സന്ധ്യ തൻ്റെ ശരീരം അഗ്നിയിൽ സമർപ്പിച്ചു. ശേഷം അഗ്നിദേവൻ വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ആ സ്ത്രീ ശരീരത്തെ സൂര്യമണ്ഡലത്തിൽ സ്ഥാപിച്ചു.
അതിനുശേഷം സൂര്യഭഗവാൻ അവളുടെ ശക്തി രണ്ടായി ഭാഗിച്ചു. ഒരു ശക്തി പുലർക്കാല സന്ധ്യയെന്നും മറ്റേ ശക്തി സായാഹ്ന സന്ധ്യയെന്നും അറിയപ്പെട്ടു. അങ്ങനെ അവസാനം യാഗം അവസാനിച്ചു. ആ മാത്രയിൽ തന്നെ അഗ്നിയിൽ നിന്നും ഒരു ബാലിക ഉയർന്നു വന്നു. മേഘദ്വിതി ആ കുഞ്ഞിനെ സസന്തോഷം സ്വീകരിച്ചു. അവൾക്ക് അദ്ദേഹം അരുന്ധതി എന്ന് നാമകരണം ചെയ്തു. അവൾ മൂലോകത്തും പ്രശസ്തയായി തന്നെ വളർന്നു. കുഞ്ഞിലെ അവൾ കളിച്ചു നടന്ന ഭൂമികയാകുന്നു ചന്ദ്രഭാഗ നദീതടം. അതുകൊണ്ട് തന്നെ ഇന്നും ആ പ്രദേശത്തിന് അരുന്ധതി തീർത്ഥമെന്ന് നാമകരണം ആയിരിക്കുന്നു. കാലക്രമേണ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം അരുന്ധതിയെ സൂര്യദേവന്റെ ഭാര്യയാകുന്ന സാവിത്രിയുടെ പക്കൽ വിദ്യ അഭ്യസിക്കുവാനായി പറഞ്ഞയച്ചു. അങ്ങനെ അവൾ വിദ്യയെല്ലാം സമ്പന്നമാക്കി. കാലങ്ങൾ മുന്നോട്ടു പോയി. അവളൊരു യുവതിയായി മാറി. അങ്ങനെയിരിക്കെ അവളൊരിക്കൽ വസിഷ്ഠമുനിയെ കണ്ടുമുട്ടുന്നു. കണ്ട മാത്രയിൽ തന്നെ ഇരുവരും പ്രണയബന്ധിതരായി. അങ്ങനെ ഏവരുടെയും സഹായത്തോടു കൂടി തന്നെ അവരുടെ വിവാഹം നടന്നു. അവർക്ക് 7 പുത്രന്മാർ പിറന്നു. കാലങ്ങൾ മുന്നോട്ട് കടന്നു. ദക്ഷയാഗത്തിൽ ചരമമടഞ്ഞു വസിഷ്ഠൻ. ഭർത്താവിന്റെ മരണത്തിലും അരുന്ധതി അദ്ദേഹത്തെ അനുഗമിച്ചു. രണ്ടുപേരുടെയും മരണശേഷം അവർ 2 നക്ഷത്രങ്ങളായി മാറി. അതാകുന്നു വസിഷ്ഠ നക്ഷത്രവും അരുന്ധതി നക്ഷത്രവും.